കേരള മുഖ്യമന്ത്രി 3 ഫോർമുലകളിലേക്ക് നമുക്ക് എത്താം. ഇതിൽ ഏത് ഫോർമുലയാണ് പ്രയോഗത്തിൽ വരുന്നത് എന്ന് മാത്രമേ നോക്കാനുള്ളൂ. ഈ 3 ഫോർമുലയോ ആ 3 ഫോർമുലയുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും അടുത്ത 2-3 ദിവസങ്ങളിൽ കേരളത്തിൽ സംഭവിക്കുക. കേരള മുഖ്യമന്ത്രി ആരാകും? ഒന്നാമത്തെ ഫാക്ടർ, കേരള മുഖ്യമന്ത്രി ഒരു നായരാകും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിക്കാരനാണെന്ന് CPM-ഉം BJP-യും വ്യാജ പ്രചരണം നടത്തും. അതുകൊണ്ട് കേരള മുഖ്യമന്ത്രി ആകാൻ പോകുന്നതും ടോപ്പ് പോസ്റ്റ് കിട്ടുന്നതും എല്ലാം ഹിന്ദു നായന്മാർക്കാണ് എന്ന തിരിച്ചറിവ് ആദ്യത്തെ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് കൊടുക്കണം. അതായത് 70% ക്രിസ്ത്യാനികളും 75% മുസ്ലിങ്ങളും വോട്ട് ചെയ്ത് വന്ന UDF 40%-ഓളം നായർ വോട്ട് കിട്ടുന്ന ഒരു വിഭാഗത്തിലെ ആളെയാണ് മുഖ്യമന്ത്രിയായിട്ട് വെക്കാൻ പോകുന്നത്. ഇവരിൽ 3 പേരിൽ ആര് വന്നാലും ഒരു നായർ മുഖ്യമന്ത്രിയാണ് കേരളത്തിന് വരാൻ പോകുന്നത്. ഇനിയും കേരളത്തിലെ ആ മുഖ്യമന്ത്രിയാകാൻ പോകുന്നതിൻ്റെ 3 ഫോർമുലകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ 3 ഫോർമുലകളിലേക്കായിരിക്കും ഇനിയും വരുന്ന ദിവസങ്ങളിൽ കേരളം എത്താൻ പോകുന്നത്. ആ ഫോർമുലകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫോർമുല, ശ്രീ VD സതീശൻ മുഖ്യമന്ത്രി. അപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയുടെ സീനിയോറിറ്റിയോ സ്റ്റേച്ചറോ ഉള്ള ഒരാളെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. ശ്രീ ആഭ്യന്തരമന്ത്രിയായിട്ട് ശ്രീ രമേശ് ചെന്നിത്തല, അതോടൊപ്പം ശ്രീ KC വേണുഗോപാലിന്റെ ഭാഗത്ത് നിൽക്കുന്നവർക്ക്, കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം MLA-മാർക്ക് ഉയർന്ന ക്യാബിനറ്റ് പദവികളും മറ്റും. ഇതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാനായി ഉപമുഖ്യമന്ത്രിയായിട്ട് മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യമായിട്ട് കുഞ്ഞാലിക്കുട്ടി സാർ, അതോടൊപ്പം ധനം, വിദ്യാഭ്യാസം അടങ്ങുന്ന പ്രധാന ക്യാബിനറ്റ് മന്ത്രിമാരായിട്ട് ക്രിസ്ത്യൻ സമുദായത്തിലെ ആൾക്കാർ. ഇതാണ് ഒരു പോസിബിൾ ബാലൻസ്. ശ്രീ VD സതീശൻ മുഖ്യമന്ത്രി, ശ്രീ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അപ്പൊ അദ്ദേഹത്തിന് ഈക്വൽ അക്കോമഡേഷൻ കിട്ടി. ശ്രീ KC വേണുഗോപാൽ മാറി നിൽക്കുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ അനുകൂലിക്കുന്ന ആൾക്കാർക്ക് പ്രധാന ആസ്പെക്ട്സ്. ഇതാണ് ഒരു ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ, ശ്രീ KC വേണുഗോപാൽ മുഖ്യമന്ത്രി, ശ്രീ VD സതീശൻ ആഭ്യന്തരമന്ത്രി, സ്പീക്കറായിട്ട് ശ്രീ രമേശ് ചെന്നിത്തല. അപ്പം വളരെയധികം നായർ ഡോമിനേറ്റഡ് ഓൾറെഡി ആകും. അതുകൊണ്ട് അവിടെയും ഉപമുഖ്യമന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി ധനം, വിദ്യാഭ്യാസം അടക്കം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിന് PWD അടക്കം പ്രധാനപ്പെട്ട വകുപ്പുകൾ ഷെയർ ചെയ്യുന്നൊരു രീതി. അങ്ങനെ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരോ 6 മന്ത്രിമാരോ സമാനമായി കഴിഞ്ഞ തവണ 2011 9 ഹിന്ദു മന്ത്രിമാരും 6 ക്രിസ്ത്യൻ മന്ത്രിമാരും 6 മുസ്ലിം മന്ത്രിമാരുമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ആ തർക്കം 20-21 ആയി മഞ്ഞളാംകുഴി അലി വന്നത്, 5ാം മന്ത്രി വിവാദം ഉണ്ടായത്. ഒക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ രണ്ടാം ഇക്വേഷൻ, ശ്രീ KC വേണുഗോപാൽ മുഖ്യമന്ത്രി, ശ്രീ VD സതീശൻ ആഭ്യന്തരമന്ത്രി, സ്പീക്കറായിട്ട് ശ്രീ രമേശ് ചെന്നിത്തല, ഉപമുഖ്യമന്ത്രിയായിട്ട് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാറ്, പ്രധാനപ്പെട്ട 5 വകുപ്പുകളെങ്കിലും മുസ്ലിം ലീഗിനുമായിട്ട് ബന്ധപ്പെട്ടതും അതോടൊപ്പം ക്യാബിനറ്റിലെ ഇമ്പോർട്ടന്റ് വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകൾ, ധനം, വിദ്യാഭ്യാസം അടക്കമുള്ള വകുപ്പുകൾ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ആൾക്കാർക്കും, വിദ്യാഭ്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിം ക്രിസ്ത്യൻ ആർക്ക് വേണമെങ്കിൽ മാറി മാറി എടുക്കാനും കഴിയും. ഇതാണ് രണ്ടാമത്തെ ഫോർമുല. മൂന്നാമത്തെ ഫോർമുല, ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുക. ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയെ മാനിച്ചും ബഹുമാനിച്ചും കൊണ്ട് പോവുക. ആഭ്യന്തരമന്ത്രിയായിട്ട് ശ്രീ VD സതീശൻ വരിക. സ്പീക്കർ അടക്കം ശ്രീ KC വേണുഗോപാലിന്റെ നോമിനീസോ അദ്ദേഹത്തിന് താല്പര്യമുള്ളവരോ വരിക. അവിടെയും ഈ ബാലൻസിങ്ങിന്റെ ആവശ്യം വേണ്ടി വരും. പക്ഷേ സ്പീക്കർ സ്ഥാനത്തിലേക്ക് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണമെന്നില്ല. ശ്രീ KCയെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിലെ ആൾക്കാരുണ്ട്. ബഹുഭൂരിപക്ഷം കോൺഗ്രസിലെ MLA-മാര് അദ്ദേഹത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ സ്പീക്കറായിട്ട് ശ്രീ KCയുടെ നോമിനിയുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗം, ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിലെ ആൾക്കാർ വന്നാലും കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോൾ ഈ ഇക്വേഷൻസും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. മുമ്പത്തെ ഇക്വേഷൻ പോലെ തന്നെ 9-6-6 എന്ന രീതിയിലോ അല്ലെങ്കിൽ 9-10 6-5 എന്ന രീതിയിലോ ഒക്കെ കൊണ്ടുവരാൻ കഴിയും. ഈ 3 ഇക്വേഷൻസ് ആണ് ഉള്ളത്. ആ ഇക്വേഷൻസ് ഒന്നുകൂടെ പറയാം. ഈ 3 ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരു ഫോർമുലയായിരിക്കും അടുത്ത 3 ദിവസങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഇക്വേഷൻ, ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയാകുക, ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുക, സ്പീക്കർ വരുന്നത് ശ്രീ KCയുടെ നോമിനികൾ, ഉപമുഖ്യമന്ത്രിയായിട്ട് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാർ അടക്കമുള്ള ആൾക്കാർ, ക്രിസ്ത്യൻ ക്യാബിനറ്റ് മിനിസ്റ്റർമാർ. രണ്ടാമത്തെ ഇക്വേഷനിൽ മുഖ്യമന്ത്രിയായിട്ട് ശ്രീ KC വേണുഗോപാൽ, ആഭ്യന്തരമന്ത്രിയായിട്ട് ശ്രീ VD സതീശൻ, സ്പീക്കറായിട്ട് ശ്രീ രമേശ് ചെന്നിത്തല, ഉപമുഖ്യമന്ത്രിയും മുസ്ലിം ക്രിസ്ത്യൻ ബാലൻസിൽ ബാക്കിയുള്ള മന്ത്രിസഭയും. മൂന്നാമത്തെ ഇക്വേഷൻ, ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയായിട്ട് ശ്രീ VD സതീശൻ, സ്പീക്കറായിട്ട് ശ്രീ KCയുടെ നോമിനിയായി ന്യൂനപക്ഷ വിഭാഗം കൂടെ വരികയാണെങ്കിൽ ഓവറോൾ ബാലൻസും മറ്റും വരികയുണ്ടാവും. ധനം, വിദ്യാഭ്യാസം അടക്കമുള്ള
അങ്ങനെയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാറിന് ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടിക്കൊള്ളണമെന്നില്ല. ധനം, വിദ്യാഭ്യാസം അടക്കമുള്ള ക്രിസ്ത്യൻ ക്യാബിനറ്റ് മന്ത്രിമാരും ബാക്കി മുസ്ലിം റെപ്രസെന്റേഷനും. ഈ ഇക്വേഷനിൽ ഏതിലോടാണ് നിങ്ങൾക്ക് താല്പര്യം? 1 ആണോ 2 ആണോ 3 ആണോ? ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായി ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആകുന്നതാണോ, അതോ ശ്രീ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി ശ്രീ VD സതീശൻ ആഭ്യന്തരമന്ത്രി ആകുന്നതാണോ? അങ്ങനെ വരികയാണെങ്കിൽ ശ്രീ KC വേണുഗോപാലിനെ വിജയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ ശ്രീ VD സതീശന് കൊടുക്കേണ്ടി വരും. അദ്ദേഹം നല്ലൊരു ഇലക്ഷനിയർ ആണ്. ശ്രീ VD സതീശൻ മുന്നിൽ നിന്ന് പടനയിച്ചതാണ്. ശ്രീ KC വേണുഗോപാൽ പിന്നിൽ നിന്ന് എല്ലാത്തിനും അടിസ്ഥാനമായി പടനയിച്ച ആളുമാണ്. അപ്പോൾ ആ ബാലൻസ് ഒക്കെ അവർക്കിടയിൽ നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രീ KC വേണുഗോപാൽ ആകുകയാണെങ്കിൽ 2 ഇലക്ഷൻ വരും. ഒന്നൊരു നിയമസഭാ ഇലക്ഷൻ വരും, ഒന്നൊരു ലോക്സഭാ ഇലക്ഷൻ വരും. ഈ രണ്ടിന്റെയും ചലഞ്ചസ് ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ശ്രീ VD സതീശന്റെയും കൂടെ ആക്റ്റീവ് സപ്പോർട്ട് വേണം. കാര്യം ആത്യന്തികമായി കോൺഗ്രസ് ഒരു പാർട്ടിയാണ്, ഒരു കുടുംബമാണ്. അല്ലെങ്കിൽ എല്ലാ പാർട്ടികളും അങ്ങനെയാണ്. BJP യും കോൺഗ്രസ് CPM എല്ലാം അവരുടെ ഉള്ളിൽ എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരൊരു ഫാമിലിയാണ്, അല്ലെങ്കിൽ ഫാമിലി യൂണിറ്റ് പോലെയാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പം 3 ശ്രീ രമേശ് ചെന്നിത്തല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. ഓർക്കുക, എഴുതുമ്പോൾ പരസ്പര വിരോധവും വിദ്വേഷവും പാടില്ല, പരസ്പരം ബഹുമാനിക്കുന്ന നിലപാടുകൾ വേണം. ശ്രീ KC വേണുഗോപാലെ അധിക്ഷേപിക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ കാണുന്നുണ്ട്. അത് 100% തെറ്റാണ്. ശ്രീ KC വേണുഗോപാലിനെ ബഹുമാനിച്ചുകൊണ്ട്, ശ്രീ രമേശ് ചെന്നിത്തലയെ ബഹുമാനിച്ചുകൊണ്ട്, ശ്രീ VD സതീശനെ ബഹുമാനിച്ചുകൊണ്ട് ഉള്ള നിലപാടുകളുമായി തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. മികച്ച രീതിയിൽ ഒരു മന്ത്രിസഭ ഉണ്ടാകട്ടെ. ഈ ഊർജം ഒരു കൺസെൻസസിലേക്ക്, സമവായത്തിലേക്ക് എത്താൻ കഴിയട്ടെ. ജയ് ഹിന്ദ്.